എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് റെപ്പ് പെണ്ണ് അവളെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ സ്റ്റുഡൻസും ഷിനോ മാസ്റ്ററും അങ്ങനെ എല്ലാവരും അവളുടെ ചുറ്റും കൂടി നിൽക്കും. ക്ലാസ്സിലെ ചില പെൺകുട്ടികള് ഇപ്പൊ അവളെ നോക്കി ഒരുപാട് വിഷമത്തില് നീ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആരും ഇന്ന് ജീവനോടുകൂടെ ഉണ്ടാകാമായിരുന്നില്ല. ഷിനോ മാസ്റ്റർ ആണെങ്കിൽ എന്താ പറയണ്ടെന്നറിയാതെ അങ്ങനെ നിൽക്കാണ്. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നിങ്ങളുടെ കാര്യത്തില് ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. അതിന് ചോച്ചോ അവള് പറയും സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും സംഭവിച്ചു കഴിഞ്ഞു. അതിന് ഇനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് മാസ്റ്ററുടെയോ നമ്മുടെയോ ആരുടെയും മിസ്റ്റേക്ക് അല്ല. അങ്ങനെ സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് ഇപ്പൊ ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവർ ബൊറൂട്ടോയും ഷിക്കഡയും ബെയ്റ്റ്സിയെയും അവർ 3 പേരും അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മെറ്റലിനാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ആക്ച്വലി അവരില്ലാത്തതാണ് നല്ലത്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ടെൻഷൻസും പ്രോബ്ലംസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യും. അവനത് പറയുമ്പോഴേക്കും ഇപ്പൊ ബൊറൂട്ടോ അവൻ കഥ തുറന്ന് അവളുടെ അടുത്തേക്ക് ഓടി വരും. അവൻ ആ ക്ലാസ് റെപ്പിന്റെ അടുത്തേക്ക് വന്ന് അവളോട് ക്ഷമ ചോദിക്കും. സത്യത്തിൽ ഇതൊക്കെ ഉണ്ടാകാൻ കാരണക്കാരൻ അത് ഞാനാണ്. അവൾ ഷോക്കായിട്ട് അവനോട് ചോദിക്കും, നീ എന്തിന് എന്നോട് മാപ്പ് പറയണം? ഇതൊന്നും ചെയ്തത് നീയല്ല. അത് കേട്ട് ബൊറൂട്ടോ അവൻ അങ്ങനെ തല താഴ്ത്തി നിൽക്കും. ഉടനെ മീറ്റ്സിയെയും ഷിക്കഡയും അവർ രണ്ടുപേരും അവനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ടെൻഷനാവും. നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കണമായിരുന്നു. നമ്മൾ ഒരു ആവശ്യമില്ലാതെ പോസ്റ്റ്മാന്റെ കൂടെ ഈ ലോകം മുഴുവൻ കറങ്ങി നടന്നു. ആ മോൺസ്റ്ററിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമ്മൾ അന്വേഷിച്ചില്ല, അവനെ കണ്ടെത്താൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെയൊന്നും ഉണ്ടായത്. അങ്ങനെ അവർ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നറൂട്ടോ അവനിപ്പോ അവിടേക്ക് കടന്നു വരിക. ബൊറൂട്ടോ ടെൻഷനായിട്ട് ഇപ്പൊ നറൂട്ടോട് പറയും, ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഈവിൾ പവറാണ്. അവനെ കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. സോ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ എന്നെ കൂടെ കൂട്ടാമോ? അതിന് നറൂട്ടോ അവൻ ബൊറൂട്ടോടെ ചെവി പിടിച്ച് വലിച്ച് അവനെ ലാബിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ദൂരെയായിട്ട് ആർക്കോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ബൊറൂട്ടോ കാണും. നറൂട്ടോ പറയും, ഇവനാണ് നിന്റെ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്തത്. അവനെ ശ്രദ്ധിച്ചു നോക്ക്, നിനക്ക് എന്തെങ്കിലും വ്യത്യാസം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നറൂട്ടോ ദേഷ്യപ്പെട്ട് പറയും, ഇതൊക്കെ വലിയവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി ആ ഒരു മോൺസ്റ്റർ പവർ അത് കണ്ടെത്താനുള്ള ടീമിനെ ഞാൻ ഏർപ്പെടുത്തി കഴിഞ്ഞു. ബൊറൂട്ടോ ആദ്യം നീ അക്കാദമിയിൽ നല്ല രീതിയിൽ പഠിച്ച് മിടുക്കനായി പുറത്തേക്ക് വാ. അതിനുശേഷം മാത്രം ഇത്തരത്തിലുള്ള വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് നീ ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഉടനെ ഷിനോ അവനവിടേക്ക് വന്നിട്ട് പറയും, ഒരിക്കലുമല്ല. ബൊറൂട്ടോയ്ക്ക് എന്തോ ഒരു പവറുണ്ട്. അവൻ എന്തൊക്കെയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും അവനെ കൊണ്ട് കഴിഞ്ഞേക്കാം. നറൂട്ടോ, നമ്മുടെ ഈ പ്രായത്തിൽ നമ്മളും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. ഞാനാണ് ബൊറൂട്ടോയുടെ സെൻസായി. സോ ഞാൻ പറയുന്നത് എന്തോ അത് നീ വിശ്വസിച്ചേ പറ്റൂ. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ചിരിയും വരും. ഓക്കെ, നീ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അടുത്ത സെക്കൻഡ് നറൂട്ടോ അവനവന്റെ ക്ലൗൺ ബ്രേക്ക് ചെയ്ത് അവിടുന്ന് കടന്നു പോവും. ഉടനെ ഷിനോ അവൻ ബൊറൂട്ടോയുടെ കയ്യിൽ പിടിച്ച് പറയും, നിങ്ങൾ ശരിക്കും നല്ല സ്റ്റുഡൻസ് ആണ്, പക്ഷേ അതിനപ്പുറം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ 3 ചെക്കന്മാരും അവരിപ്പോ വീണ്ടും പോസ്റ്റ് ഓഫീസിലേക്ക് തിരികെ പോവാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് ലെവൽ കൂടി. ബൊറൂട്ടോ പറയും, ഷിനോ മാസ്റ്റർ അദ്ദേഹം നമ്മളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ കളയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് മാസ്റ്ററിന്റെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ പോസ്റ്റ് മാസ്റ്റർ ഒരുപാട് കത്തുകളും മെയിലുകളും ഒക്കെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, ഇന്നു മുതൽ നിങ്ങൾ വേണം ഒറ്റയ്ക്ക് ഇത് മുഴുവൻ ഡെലിവർ ചെയ്യാൻ. പക്ഷെ ഇത്തവണയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ 3 പേരെയും ഞാൻ അടിച്ചു പുറത്താക്കുമെന്ന് പറഞ്ഞ് ആൾ അവിടുന്ന് കടന്നുപോകും. ഉടനെ നമ്മുടെ ആൾക്കാര് അവർ ഭയങ്കര സന്തോഷത്തില് ആ പോസ്റ്റ്മാൻ്റെ അടുത്തേക്ക് വരും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണമാണ് ആക്ച്വലി ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് പോസ്റ്റ്മാൻ പറയും, നിങ്ങൾ എന്തോ ഒരു കാര്യം അന്വേഷിക്കുകയാണെന്ന് എനിക്കറിയാം. സോ എന്നെ കൊണ്ടാവുന്ന സഹായം അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇന്ന് നമുക്ക് പോവേണ്ട ആ ഒരു ലൊക്കേഷൻ. സോ ഓരോ ഭാഗത്തേക്കായി നമുക്ക് പിരിഞ്ഞു പോവാം. ബൊറൂട്ടോ ആണെങ്കിൽ ഉടനെ അവരുടെ 4 ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. എല്ലാവരുടെയും കൂടെ എൻ്റെ ക്ലൗൺസ് ഉണ്ടാവും. എൻ്റെ ക്ലൗൺസിന് ആ ഒരു ഗോസ്റ്റിനെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. സോ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പക്ഷെ അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയുടെ ക്ലൗൺസ് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ തന്നെ ബ്രേക്കായി അവിടുന്ന് കടന്നു പോവും. അതിനുശേഷം ഓരോരുത്തരായി ഇപ്പൊ ഓരോ ഭാഗത്തേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത
നമ്മുടെ ക്ലാസ് റെപ്പ് അവള് മാത്രം ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കഴിയാണ്. കട്ട് ചെയ്താ ഇപ്പൊ മീറ്റ്സുകി അവൻ ടെൻഷനായിട്ട് ബൊറൂട്ടോടെയും ഷിക്കഡയുടെ അടുത്തേക്ക് വരും. അവൻ ബൊറൂട്ടോടെ കൈ പിടിച്ച് പറയും, അതെ, ഞാൻ വീണ്ടും ആ മോൺസ്റ്ററിനെ കണ്ടു, അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മരത്തിന്റെ അടുത്തേക്ക് ഇപ്പൊ അവരെ കൂട്ടിക്കൊണ്ടുവരും. അവിടെയാണെങ്കിൽ വലിയൊരു അറ്റാക്ക് നടന്ന് ആ സ്ഥലം മുഴുവൻ തകർന്നു കിടക്കുകയാണ്. ഉടനെ സായും ടീമും അവിടേക്ക് എത്തി അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അത് സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മൈൻഡ് ട്രാൻസ്ഫർ സ്പേസിലേക്ക് വന്ന് സായ് അവനാണെങ്കിൽ അക്യൂസ്ഡിന്റെ മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ അബ്സോർബ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ നറൂട്ടോ പറയും, നീ രാവും പകലും ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ കൂടെ പുറത്തേക്ക് വായോ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അത് കേട്ട് സായ് അവൻ ചിരിക്കും, നീയാണോ എന്നോട് അധ്വാനത്തെക്കുറിച്ച് പറയുന്നത്? തൽക്കാലം ഞാൻ എവിടേക്കുമില്ല, എനിക്ക് റിസർച്ച് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനിപ്പോ നറൂട്ടോയെ പറഞ്ഞയക്കും. കട്ട് ചെയ്ത ബൊറൂട്ടോയും ടീമും അവരാണെങ്കിൽ ഇപ്പോ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത് സിറ്റിയിലേക്ക് വരാണ്. ബൊറൂട്ടോ പറയും, നമ്മൾ ആക്ച്വലി എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോകുന്നോണ്ടാണ് മറ്റൊരു ഭാഗത്തുള്ള ആ വില്ലനെ, ആ ഷാഡോ മോൺസ്റ്ററിനെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്. അതിന് ഷിക്കഡ അവൻ പറയും, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനതിന് വലിയൊരു ടീം തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോയ്ക്ക് പുറകിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കും. അത് മറ്റാരുമല്ല, നമ്മുടെ ഇവാബയും ടീമും. ഈനോജിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഇനി മുതൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. കാസറപ്പിന് അത്രയും വലിയ അപകടം സംഭവിച്ചപ്പോ നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനായിട്ട് പാടില്ല. നീ പ്ലാൻ മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റുവെന്ന് മെറ്റൽ ഫുൾ ആവേശത്തിൽ പറയും. ഉടനെ ബറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് പാഴ്സലൊക്കെ അവന്റെ കയ്യിലെടുക്കും. നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് ഓരോ പാഴ്സലുകളുമായി പോകണം. അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ സിഗ്നൽ തരണം. ഉടനെ ഇവാബയാണെങ്കിൽ കുറച്ച് ഫയർവർക്സ് ഒക്കെ ആയിട്ട് അവിടേക്ക് വരും. ആരെങ്കിലും എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് കാണുകയാണെങ്കിൽ ഇതുപയോഗിച്ച് സിഗ്നൽ തരണം. അടുത്ത നിമിഷം ബൊറൂട്ടോയ്ക്ക് ആവേശാവും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിപ്പോ ക്ലിയർ ചെയ്യാം, ഇനി സമയമില്ല, എത്രയും പെട്ടെന്ന് എല്ലാവരും ഓരോ ഭാഗത്തേക്ക് പോയിക്കോ. അത് കേൾക്കേണ്ട താമസം അച്ചറം പൊച്ചറം ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ പോസ്റ്റ് മാസ്റ്റർ ആള് കാര്യമായിട്ട് ചില ലെറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോഴായിരിക്കും മാസ്ക് ഇട്ട ആരോ ഒരാള് അവിടേക്ക് വരിക. മാത്രമല്ല ആ ഒരു ഷാഡോ മോൺസ്റ്റർ അത് പതിയെ പതിയെ ഇപ്പൊ പോസ്റ്റ് മാസ്റ്ററിന്റെ ബോഡിയിലേക്ക് കയറുകയാണ്. അത് ബോഡിയിൽ കയറിയതും ഇപ്പൊ പോസ്റ്റ് മാസ്റ്റർ ആളാകെ ടെൻഷനായി എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്, നമ്മുടെ ബൊറൂട്ടോയും ടീമും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ബൊറൂട്ടോ പറയും, അങ്ങനെ ഒടുവില് നീ ഞങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾ ആരോടാണോ അവസാനമായിട്ട് സംസാരിക്കുന്നത് അവരുടെ ബോഡിയിലാണ് ഈ ഒരു മോൺസ്റ്റർ പവർ അത് കയറുന്നത്. സോ അങ്ങനെയാണ് ഞങ്ങളിപ്പോ തിരികെ ഇവിടേക്ക് വന്നത്. മോൺസ്റ്റർ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. അതതിന്റെ പവർ അതങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്ന് ആ പോസ്റ്റ് മാസ്റ്ററിനെ ഇപ്പൊ വലിയൊരു ജയന്റാക്കി മാറ്റുകയാണ്. ഉടനെ ബറൂട്ടോയും ടീമും ചാടി അവന്റെ തൊട്ടടുത്തേക്ക് വരും. അതിനുശേഷം എല്ലാവരും റൗണ്ട് ചെയ്ത് പോസ്റ്റ് മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആ ഒരു മോൺസ്റ്റർ പവറിനെ അതിനെ പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബറൂട്ടോ ആണെങ്കിൽ അവന്റെ ഷാഡോ ക്ലൗൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ മാസ്ക് ഇട്ടവൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് ദൂരേക്ക് ഓടാൻ ശ്രമിക്കും. അത് കണ്ട മെറ്റല്ലി പേപ്പർ ബോംബൊക്കെ വലിച്ചെറിഞ്ഞ് അവനെ തടയും. ഇവിടെ ഒരു വലിയ ബോക്സ് അതാ മോൺസ്റ്റർ അടിച്ച് തെറിപ്പിക്കും. അത് കണ്ട പോസ്റ്റ്മാൻ ആ ബോക്സിന് മുകളിലേക്ക് അങ്ങനെ ചാടി വീണ് കിടക്കുകയാണ്. ബൊറൂട്ടോ നിലവിളിച്ച് പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവിടുന്ന് മാറി നിൽക്ക്, ആ മോൺസ്റ്ററിന്റെ കണ്ണിൽപ്പെട്ട പിന്നെ ഉറപ്പായിട്ടും അവൻ നിന്നെ വെറുതെ വിടില്ല. ഇവിടെ ബറൂട്ടോയും ഇവാബയും അവർ രണ്ടുപേരും അങ്ങനെ ചാടി ആ പോസ്റ്റ് മാസ്റ്ററിനെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് ആളുടെ ബോഡിയിലെ ആ ഒരു മോൺസ്റ്റർ പവർ അതിപ്പോ പതിയെ പുറത്തേക്ക് വരാണ്. ആ ഒരു ഇടിയില് ഇപ്പൊ ആ മോൺസ്റ്റർ പുറത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ കത്തിയൊക്കെ എടുത്ത് അതിന് നേരെ വലിച്ചെറിയും. അപ്പൊ അതേസമയം ഇവിടെ മെറ്റല്ലിയും ടീമും അവരാണെങ്കിൽ ആ മാസ്ക് ഇട്ടവന്റെ തൊട്ടു പിന്നാലെ ഉഷാറായിട്ട് ഓടുകയാണ്. ആ മാസ്ക് ഇട്ടവൻ ഇപ്പൊ മെറ്റല്ലിയെ ദശ ധരിപ്പിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടും. അതിനുശേഷം ഓടി ഓടി ഇപ്പൊ മീറ്റ്സിയുടെ തൊട്ട് മുൻപിലെത്തും. പക്ഷെ മീറ്റ്സിയ അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കും. ഹോസ്പിറ്റലില് പോസ്റ്റ് മാസ്റ്റർ ആള് പതിയെ കണ്ണൊക്കെ തുറന്ന് ഇപ്പൊ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഉടനെ മെറ്റല്ലിയും മീറ്റ്സിയെയും അവർ രണ്ടുപേരും ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് പറയും, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ആ മാസ്ക് ഇട്ടവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതിന് ഷിക്കഡ ആ മാസ്ക് ഇട്ടവനാണ് ഇതിനെല്ലാം പിന്നില്. നമുക്കറിയാവുന്ന ആരോ ആണ് ആ മാസ്ക് ഇട്ട ആള്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഒരു സിമ്പല് പോലെ എന്തോ ഒന്ന് കാണും. അതിൽ നിന്നാണെങ്കിൽ എന്തോ ഒരു സാധനം ഇപ്പൊ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന
ആ ഒരു മോൺസ്റ്റർ പവർ അതിപ്പോ ആ സിംബലിനെടുത്ത് പറയും. ഓരോരുത്തരുടെയും ബോഡിയിലുള്ള നെഗറ്റീവ് പവർ അതുപയോഗിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ആനിമലിനെ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ മിഷൻ അത് സക്സസ് ആവൂ എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.